ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്കൊരു ടൂർ പോയാലോ? 2 ദിവസം ലീവ് കിട്ടിയപ്പോൾ ഒരു സ്ഥലത്ത് പോകാമെന്ന് വിചാരിച്ചു. കുറച്ച് ദൂരെ കേട്ടോ, തമ്പനയിൽ കണ്ടിട്ടുണ്ടാവുമല്ലോ. അങ്ങനെ ഞങ്ങൾ 4 മണിയാകുമ്പോൾ ഇറങ്ങി. എന്നാലല്ലേ ഒരു ഉച്ച 12 മണിയൊക്കെ ആകുമ്പോൾ അവിടെ എത്തുള്ളൂ. രാമേശ്വരത്താണ് ഞങ്ങൾ പോകുന്നത്. ഒരു 7.5 മണിക്കൂർ യാത്ര ഉണ്ടാവും. നമ്മളവിടെ കഴക്കൂട്ടത്തുനിന്ന് വീട്ടിൽ നിന്ന് ഏകദേശം 355 കിലോമീറ്ററോളം ഉണ്ടാവും ദൂരം. ഇത് പോകുന്ന വഴിയുള്ള ബൈപ്പാസിൽ നല്ല അടിപൊളി കാഴ്ച കേട്ടോ. നമ്മൾ രാത്രിയത്തെ യാത്ര എന്ന് പറഞ്ഞാൽ ലൈറ്റൊക്കെ ആയിട്ട് നല്ല രസമല്ലേ. അങ്ങനെ കേരളത്തിൽ നിന്ന് കഴിഞ്ഞ് തമിഴ്നാട്ടിലേക്ക് ഞങ്ങൾ കടക്കുകയാണ്. അതിൻ്റെ ഒരു ബോർഡ് കണ്ടില്ലേ, വെൽക്കം ടു തമിഴ്നാടു. അങ്ങനെ തമിഴ്നാട്ടിലേക്ക് കടന്നപ്പം സൂര്യനൊക്കെ ഉദിച്ച് വരുന്നുള്ളൂ. ആ മലേൻ്റെ മുകളിൽ സൂര്യനെ കണ്ടപ്പോൾ ഞങ്ങൾക്ക് നല്ല ഇഷ്ടമായിട്ടോ. സമയം നോക്കിയപ്പോൾ ഒരു 5:45 ആയിട്ടുണ്ട്. അപ്പോൾ ഏട്ടൻ പറഞ്ഞു, ഏതായാലും പോവല്ലോ, നമുക്കിന്ന് കന്യാകുമാരി പോയിട്ട് സൺറൈസും കൂടെ കണ്ടാലോ എന്ന്. അങ്ങനെ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയപ്പോഴാണ് 6:12 ടൈം സൺറൈസിൻ്റെ. നേരെ അടിച്ച് വിട്ടു കേട്ടോ കന്യാകുമാരിയിലേക്ക്. അങ്ങനെ അവിടെ ചെന്നപ്പോൾ പാർക്കിങ്ങിന് കുറച്ച് ടൈം എടുത്തു. നമ്മൾ തിരക്കായിരുന്നു. രാവിലത്തെ സൺറൈസ് കാണാൻ വേണ്ടിയിട്ട് കുറേ ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നല്ലോ. അങ്ങനെ എല്ലാവരും ഓടിപ്പോവുകയാണ് വേഗം. സമയമായി ഞങ്ങൾ അവിടെ എത്തിയപ്പോഴേക്ക്. അങ്ങനെ പിന്നെ അവിടെ ചെന്നപ്പോൾ നിറയെ ആൾക്കാർ ഇങ്ങനെ കാണാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ അവരെയൊക്കെ ഇങ്ങനെ നോക്കുകയാണ്. എത്ര പേരാ അറിയോ, രാവിലെ കുറേ പേര് അവിടെ സ്റ്റേ ചെയ്തിട്ട് രാവിലത്തെ സൺറൈസ് കാണാൻ വേണ്ടി നിൽക്കുന്ന ആൾക്കാരാണ് കേട്ടോ. പിന്നെ ഇതേപോലെ നേരത്തെ ഇറങ്ങുന്നവരും ഉണ്ടാവും. അങ്ങനെ ഞങ്ങൾ കുറേ നേരം അവിടെ കാത്തു നിന്നു. കുറച്ച് നേരത്തെയാണ് എത്തിയത്. അപ്പോൾ ഈ 6:12 ആവണ്ടേ, 6:11 തോന്നുന്നു ടൈം. അപ്പോൾ അതുവരെ നമ്മൾ അവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുക. കറക്റ്റ് സമയമായപ്പോൾ ആശാൻ കൂവി. മേഘം കാരണം ഞങ്ങൾക്ക് സൂര്യനെ കാണാനും പറ്റിയില്ല. വെളിച്ചം ഇങ്ങനെ വരാനെന്നല്ലാതെ സൂര്യനെ കാണുന്നുണ്ടായിരുന്നില്ല. അവിടെ നിറയെ മേഘം നിറഞ്ഞു കിടക്കുകയായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ആ മേഘത്തിൻ്റെ ഉള്ളിൽ നിന്ന് സൂര്യൻ പുറത്തേക്ക് ഇങ്ങനെ വരാൻ തുടങ്ങി. കണ്ടപ്പം പിന്നെ നമ്മൾ പറഞ്ഞു, ഇനിയിപ്പം നിന്നിട്ട് കാര്യമില്ലല്ലോ, വേഗം പോവാം, അല്ലെങ്കിൽ ലേറ്റ് ആവുമെന്നും പറഞ്ഞിട്ട് ഇതേ കണ്ടില്ല, സൂര്യൻ പിന്നെ ആ മേഘത്തിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്ത് വന്നപ്പോഴാണ് മനസ്സിലായത്. പിന്നെ അമ്പലത്തിലും മണി അടിക്കുന്നുണ്ടായിരുന്നു കേട്ടോ സമയമായപ്പം. അങ്ങനെ പിന്നെ ഞങ്ങൾക്ക് മനസ്സിലായി സൂര്യൻ ഉദിച്ചത്. കോഴിയും കൂവി. അങ്ങനെ അതും കണ്ട് ഞങ്ങൾ തിരിച്ചു പോന്നു. ഇപ്പം വെറുതെ ഒരു പോക്ക് അങ്ങോട്ട് പോയി, അത്രയേ ഉള്ളൂ. അങ്ങനെ സൂര്യാസ്തമയത്തിൻ്റെ സമയത്താണെങ്കിലും ഇതേപോലെ തന്നെ കേട്ടോ. നമ്മൾ തിരക്ക് പിടിച്ച് അവിടെ ചെല്ലുമ്പോൾ വല്ല മേഘവും വന്നിട്ട് ഒന്നും കാണാൻ പറ്റില്ല. അങ്ങനെയാണ് ഇതുവരെ നടന്നത് എപ്പോൾ പോയാലും. അങ്ങനെ തിരിച്ച് വരുന്ന വഴിക്ക് കുതിരനെ കണ്ടപ്പോൾ അതൊന്ന് നോക്കി നിൽക്കുകയാണ്. കണ്ണുള്ളവർക്ക് എന്തെങ്കിലുമൊക്കെ കാണാൻ പറ്റും. എന്താ കാണുന്ന അരിശി? വിൻഡ് ഫാനോ? വിൻഡ് മിൽ. കന്യാകുമാരിയിൽ നിന്ന് പല്ലൊക്കെ തേച്ച് കട്ട് ചെയ്ത ഫ്രൂട്ട്സൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അത് കഴിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് പുറത്ത് ഒരു വലിയൊരു ഫാനിനെ കണ്ടത്. അത് ഇവരെ വാക്കിൽ അത് ഫാനാട്ടോ, വലിയ ഫാന് വിൻഡ് മില്ലിൻ്റെ ആണ്. അപ്പോൾ അത് നേരത്തെ ഞാൻ ഇട്ടിട്ടുണ്ട് വീഡിയോ, ഒന്ന് പോയി കണ്ടു നോക്കണം കേട്ടോ എല്ലാവരും. ഐഡി കാർഡ് കാണിച്ചിട്ട് അവിടെ കയറാം. അന്ന് കയറാൻ പറ്റില്ല. ഫ്രൂട്ട്സൊക്കെ കഴിഞ്ഞപ്പോഴേക്കും കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും വിശക്കാൻ തുടങ്ങി. പിന്നെ ഞങ്ങൾ നല്ല തണലുള്ള മരം നോക്കിയിട്ടായി പോക്ക്. അങ്ങനെ ഒരു മരം കണ്ടപ്പോൾ അവിടെ നിർത്തി. എന്നിട്ട് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. ഏകദേശം ഒരു 7:30 ആയിട്ടുണ്ടാവും സമയം. ഇത് കന്യാകുമാരി തിരുനെൽവേലി ഹൈവേ ആണ്. അപ്പം അതിൻ്റെ ഒരു സൈഡിലായിട്ട് നിർത്തി. എന്നിട്ട് നമ്മൾ രാവിലെ ചപ്പാത്തി ചുട്ടിട്ടുണ്ടായിരുന്നു. ചിക്കൻ കറി തലേന്നാണ് ഉണ്ടാക്കിയത്. ബ്രെഡും ഉണ്ട്. ചിക്കൻ കറി ഇവർക്കുള്ള ടേസ്റ്റിനനുസരിച്ച് കുരുമുളകൊക്കെ ഇട്ടിട്ട് കുറച്ച് എരിവായിട്ട് മുളക് പൊടി ഇടാതെയാണ് ഉണ്ടാക്കിയത്. വിശപ്പിൻ്റെ ഊക്കാണോ എന്നറിയില്ല, 2 ചപ്പാത്തിയൊക്കെ കഴിച്ചു മക്കൾ. അയാൻ പിന്നെ കുറച്ചും കൂടെ കഴിച്ചു. അങ്ങനെ ഞങ്ങൾ ഏകദേശം വിശപ്പൊക്കെ ഒന്ന് അടങ്ങി കിട്ടിയിട്ടോ. എന്നിട്ട് ബാക്കി യാത്ര ചെയ്യാമെന്ന് വിചാരിച്ചു.
ദാ ഈ കാണുന്ന കുന്നില്ലേ, അത് റെഡ്ഡിയാർപെട്ടി ഹില്ലാണ് കേട്ടോ. അതൊരു കുന്നിനെ ഡിവൈഡ് ചെയ്ത് അതിൻ്റെ നടുവ് കൂടിയാണ് ഈ ഹൈവേ പോകുന്നത്. അതിൻ്റെ മുകളിൽ കണ്ട വരയാടില്ലേ, അതിൻ്റെ പേരാണ് നീലഗിരി താർ. അത് നമ്മളല്ല, തമിഴ്നാടിൻ്റെ സ്റ്റേറ്റ് ആനിമലാണ് ഈ നീലഗിരി താറ്. ഒരു 20 അടി നീളമുണ്ട് കേട്ടോ അതിൻ്റെ വലിപ്പം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഈ തമിഴ്നാട് അതിനെ ഹോണർ ചെയ്യാൻ വേണ്ടിയിട്ട് ആണ് അത് അവിടെ ആ സ്റ്റാച്യു നിർമ്മിച്ച് വെച്ചതെന്നാണ് പറയുന്നത്. അപ്പോൾ അതൊക്കെ കണ്ടപ്പം അത് കണ്ട് നമ്മൾ പിന്നെ ബാക്കി യാത്രകൾ പോവാട്ടോ. അപ്പോൾ ഈ കാണുന്ന മുഴുവൻ പവർ ട്രാൻസ്മിഷൻ ലൈനാണ്. അതേപോലെ പവർ ട്രാൻസ്മിഷൻ ടവറും നിറയെ ഉണ്ട് 2 സൈഡിലുമായിട്ട്. ഈ വിൻഡ് മില്ലിൻ്റെ ഈ പവർ അങ്ങനെ ഇതാക്കാൻ വേണ്ടിയിട്ടാണ് നിറയെ കേട്ടോ, 2 സൈഡിലും ഉണ്ട്. നല്ല ഹൈ വോൾട്ടേജാണ് അതിലൂടെ പാസ് ചെയ്യുന്നത്. നമ്മൾ റോഡിന് ക്രോസ് ചെയ്തിട്ടും ഒക്കെ പോകുന്നുണ്ട്. അപ്പോൾ അതേ കണ്ടില്ലേ, ഇതൊക്കെ ഒരു നല്ലൊരു അനുഭവമാണ്. മക്കൾക്ക് പറഞ്ഞു കൊടുക്കാനും കണ്ട് മനസ്സിലാക്കാനും പറ്റിയൊരു നല്ലൊരു അനുഭവം കേട്ടോ. അപ്പോൾ അവർ ഉറങ്ങാതെ ഇതെല്ലാം നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. തമിഴ്നാട്ടിലേക്ക് കടന്നപ്പോൾ കുറേ ഏരിയ ഇങ്ങനെ ഒഴിഞ്ഞു കിടക്കുന്ന പോലെയാണ്, വീടുകളൊന്നും അധികം ഇല്ലാതെ. പക്ഷേ കൂടുതൽ ഓരോ പുതിയ സംഭവങ്ങൾ. അപ്പോൾ ഇതാണെങ്കിലും ഈ ഒരു സംഭവമാണെങ്കിലും പിന്നെ അതേപോലെ ഇത് കണ്ടില്ലേ, ഇത് കാറ്റാടി മരമാണ് കേട്ടോ. ഇതൊക്കെ കുറേ കുഞ്ഞു തൈകളാണ്. ഓരോ സ്ഥലത്തും ഓരോ പ്രത്യേകം വേറെ ടൈപ്പ് സംഭവങ്ങളാണ് വരുന്നത്. ഇപ്പം ഇത് കുറച്ച് കഴിഞ്ഞപ്പോൾ കണ്ടില്ലേ, ഇതാണ് കരി ഉണ്ടാക്കുന്ന സ്ഥലം. കണ്ട, അത്രയും കരി ഉണ്ടാക്കുന്നതാണ് ഈ ഒരു ഏരിയ. അങ്ങനെ ഓരോ സ്ഥലത്തും വ്യത്യസ്തമായിട്ടുള്ള സംഭവങ്ങളാണ്. ഇനി ഇത് രാമേശ്വരത്ത് 162 കിലോമീറ്റർ ഉണ്ട് കേട്ടോ ഇനി പോവാൻ. അങ്ങനെ പോകുന്ന വഴിക്കാണ് 2 സൈഡിലും മരവും ബാക്കിയൊക്കെ മരുഭൂമി പോലത്തെ സ്ഥലമായിട്ട് ഇങ്ങനെ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ആ മരത്തിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ പോവാൻ കുറച്ച് ദൂരം പോയപ്പോൾ അങ്ങോട്ടൊക്കെ നോക്കിയിട്ട് എന്തൊരു ഭൂമിയാണോ, കണ്ടിട്ട് തന്നെ കണ്ണില് അയാൻ പറയുന്നത് ഇത് ആഫ്രിക്കയാണ്. അത് തുള്ളി വെള്ളം കാണുന്നുണ്ടായിരുന്നില്ല. ഒരു സ്ഥലത്തും ഒരാളും മനുഷ്യനും ഇല്ലാത്ത പോലെ തോന്നട്ടെ. രാത്രിയൊക്കെ പോവുകയാണെങ്കിൽ പേടിയാവും. അപ്പോഴാണ് ഒരു സ്ഥലത്ത് ഒരു സ്ത്രീ എന്തോ പണി ചെയ്തുകൊണ്ടിരിക്കുന്നത്. കോട്ടനാണോ എന്താണെന്നറിയില്ല, അതിൻ്റെ കൃഷി എന്തോ ചെയ്യണം, എന്തോ കൃഷീൻ്റെ സംഭവം ഉണക്കിയിട്ടാണ് എടുക്കുന്നത്. എന്താ നോക്കുന്നത്? അത് നാടുജീവിതത്തിൽ മരുഭൂമിയിൽ വെള്ളം കണ്ട പോലെ ഈ റോഡിൻ്റെ മുകളിൽ വെള്ളം കാണുന്നുണ്ട്. ദൂരെ സ്ഥലത്ത് നോക്കുമ്പോഴേ വെള്ളമുള്ള പോലെ കേട്ടോ തോന്നുന്നു. അപ്പോൾ അവരത് നോക്കിക്കൊണ്ട് നിൽക്കണം. അപ്പോഴാണ് ഒരു സ്ഥലം നിറയെ വെള്ള കളറ്. അപ്പോൾ ഇതെന്താ സംഭവം എന്ന് ആദ്യം നമുക്ക് മനസ്സിലായില്ല കേട്ടോ. പിന്നെ ഞങ്ങൾ അവിടെ നിർത്തിയിട്ട് ഒന്ന് നല്ലോണം നോക്കി. അപ്പോഴാണ് മനസ്സിലായത് അത് ഉപ്പാണെന്ന്. ഉപ്പിൻ്റെ സംഭവമാണ് അത് മുഴുവൻ കേട്ടോ. കണ്ടോ അരിഷി, എന്താ അത് ഇങ്ങനെയാട്ടോ ഉപ്പുണ്ടാക്കുക. അങ്ങനെ ഉപ്പുണ്ടാക്കുന്നതും കാണിച്ചു കൊടുത്തു. അപ്പോൾ അവരെന്തൊക്കെ കാര്യങ്ങളറിയോ പഠിച്ചത്. അങ്ങനെ ഉപ്പുണ്ടാക്കുന്നത് കുറേ ഏരിയയിലുണ്ട് കേട്ടോ. അപ്പോൾ അത് കണ്ടപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി കടൽ ഇവിടെ എവിടെയോ അടുത്തുണ്ടെന്ന്. ഉപ്പ് ഉണ്ടാക്കുന്ന സ്ഥലം കണ്ടപ്പോഴേ. ഇനിയിപ്പോൾ രാമേശ്വരക്ക് 49 കിലോമീറ്റർ ഉണ്ട്. അങ്ങനെ ഓരോന്ന് കുറഞ്ഞ് വരിക കേട്ടോ സ്ഥലം വരുന്നത്. കണ്ടില്ലേ, ധനുഷ്കോടി 52 കിലോമീറ്റർ. അരിയാമൻ ബീച്ച് അത് നമ്മൾ പോയിട്ടുണ്ട്. തിരിച്ചു വരുമ്പോഴാണ് അവിടെ കയറുന്നത്. ആ വീഡിയോ ഞങ്ങൾ ഇടുന്നതായിരിക്കും കേട്ടോ. ഇത് പാർട്ട് 1 ആണ്. കണ്ടില്ലേ, അവിടെയൊക്കെ ദ്വീപ് കാണുന്നുണ്ടായിരുന്നു. നമ്മൾ മനസ്സിലായി ഏകദേശം നമ്മൾ പാമ്പൻ പാലത്തിൻ്റെ അടുത്ത് എത്താറായിന്ന്. 2 സൈഡിലും നല്ല രസമുണ്ടായിരുന്നു പനിയൊക്കെ ആയിട്ട്. അപ്പോൾ മക്കൾക്ക് കാണിച്ചു കൊടുക്കുക ഇനി നമ്മൾ അവിടുത്തെ ആ ദൂരെ കാണുന്ന ദ്വീപിലേക്കാണ് പോകുന്നതെന്ന്. അപ്പോൾ അവർ കുറച്ച് നേരം ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ അയാൻ എണീറ്റിട്ട് അവരോട് ഭയങ്കര ബഹളം, എണീക്ക് നോക്ക്, നല്ല ഭംഗിയുണ്ടായിരുന്നു. 2 സൈഡിലും കടലായിട്ട് നമ്മൾ ഈ റോഡിൽ കൂടെ പോവുകയാണ്. അപ്പോൾ അവിടെ ദൂരെ ദ്വീപും കാണുന്നുണ്ടായിരുന്നു. പാമ്പൻ പാലത്തിൻ്റെ അപ്പുറം ഇപ്പുറമുള്ള കടൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബേ ഓഫ് ബംഗാളിൻ്റെ പാർട്ടായിട്ടുള്ള പാക് ബേയും പിന്നെ അതേപോലെ തന്നെ ഗൾഫ് ഓഫ് മന്നാറാണ്. മണ്ണാറാണോ എന്ന് പറയാമെന്ന് എനിക്കറിയില്ല. ആ 2 കടലുമാണ് അപ്പുറം ഇപ്പുറമായിട്ടുള്ളത്. അപ്പം നമ്മൾ പോകുന്ന ഈ റൈറ്റ് സൈഡിലുള്ളതിനേക്കാളും ഭംഗി കാണാൻ ലെഫ്റ്റ് സൈഡിലുള്ള കടലാണ്. ഈ പാമ്പൻ പാലം തുടങ്ങുന്നത് മണ്ഡപം എന്ന് പറഞ്ഞൊരു പഞ്ചായത്തിൽ നിന്നാണ്. ഈ പഞ്ചായത്ത് അവിടെ നിന്നാണ് ഈ ഒരു പാമ്പൻ പാലം. അതായത് നമ്മൾ ഇന്ത്യൻ്റെ എൻഡിൽ നിന്ന് അടുത്ത ഈ പാമ്പൻ ഐസ്ലാൻഡ്, അതായത് പാമ്പൻ ദ്വീപിലേക്കാണ് ഈ പാലം നിർമ്മിച്ചിരിക്കുന്നത്. ഈ മണ്ഡപം എന്ന് പറയുന്നത് രാമനാഥപുരം എന്ന് പറഞ്ഞൊരു ഡിസ്ട്രിക്റ്റിലുള്ള, തമിഴ്നാട്ടിലുള്ള രാമനാഥപുരം എന്ന് പറഞ്ഞ ഡിസ്ട്രിക്റ്റിലാണ് ഈ മണ്ഡപം എന്ന് പറഞ്ഞ സ്ഥലം. അപ്പോൾ അവിടുന്ന് തൊട്ടാണ് ഈ പാമ്പൻ പാലം തുടങ്ങുന്നത്. ശ്രീലങ്കക്കാരുടെ ഏറ്റവും വലിയ അഭയാർത്ഥി ക്യാമ്പാണ് ഈ മണ്ഡപത്തുള്ളത്. ഇവിടുന്ന് അടുത്താണ് ശ്രീലങ്ക ഉള്ളത്.
ഏതായാലും പോവല്ലോ. ഇനി പാമ്പൻ പാലത്തിനെ പറ്റിയിട്ട് എനിക്കറിയുന്ന കുറച്ച് പറഞ്ഞാലോ. 111 വർഷങ്ങൾക്ക് മുമ്പാണ് പാമ്പൻ പാലം നിർമ്മിച്ചത്. 1911 നിർമ്മിക്കാൻ തുടങ്ങിയിട്ട് പിന്നെ പൂർത്തിയായത് 1914 ഫെബ്രുവരി 24-നാണ്. ഇതൊരു 2 കിലോമീറ്റർ നീളമുള്ള ഒരു പാലമാണ്. അതായത് ഇന്ത്യയിലെ ഫസ്റ്റ് സീ ബ്രിഡ്ജും അതേപോലെ തന്നെ ലോങ്ങസ്റ്റ് സീ ബ്രിഡ്ജും ആണ് ഈ പാമ്പൻ പാലം എന്ന് പറയുന്നത്. 2345 മീറ്ററോളം നീളമുണ്ട് ഇതിൻ്റെ പാമ്പൻ പാലത്തിൻ്റെ കേട്ടോ. ഇത് 2 ബ്രിഡ്ജാണുള്ളത്. ഒന്ന് നമുക്ക് വാഹനങ്ങൾക്ക് പോകാനും അതേപോലെ തന്നെ അപ്പുറത്തെ സൈഡ് ട്രെയിനുകൾക്ക് പോകാനുള്ളത്. ട്രെയിൻ പോകുന്ന പാലത്തിനെയാണ് നമ്മൾ പാമ്പൻ പാലം എന്ന് ആദ്യം പേരിട്ടിരിക്കുന്നത്. ബ്രിട്ടീഷുകാർ നിർമ്മിച്ച പാലാണ്. അതേപോലെ തന്നെ ഇതിൻ്റെ പാർട്സൊക്കെ കൊണ്ടുവന്നിരിക്കുന്നത് ലണ്ടനിൽ നിന്നാണ്. അപ്പം അന്ന് നിർമ്മിച്ചതായതുകൊണ്ട് അടിപൊളി എൻജിനീയറിങ് ഇതാണ് നമ്മളവിടെ കാണാൻ പോകുന്നത് കേട്ടോ. ഇതിൻ്റെ സൈഡിലായിട്ടുള്ള ഈ നമ്മളെ എന്താണ് ട്രെയിൻ പോകുന്ന പാലമില്ലേ, അത് ലിഫ്റ്റ് ചെയ്യാൻ പറ്റുന്ന 2 സൈഡിലേക്കും ലിഫ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ബ്രിഡ്ജാണ് അന്ന് ഉണ്ടാക്കിയത്. അതായത് 111 വർഷങ്ങൾക്ക് മുമ്പേ എന്ന് പറയുമ്പോൾ അന്നത്തെ എൻജിനീയറിങ് അടിപൊളിയല്ലേ എൻജിനീയർമാർ. ഇത് കൊടുങ്കാറ്റൊന്നും വന്നാൽ തകരൂല എന്ന് പറഞ്ഞ അങ്ങനത്തെ ടൈപ്പ് പാലാണ് കേട്ടോ. സൈഡിലായിട്ട് പുതിയ പാലം നിർമ്മിച്ചിട്ടുണ്ട്, 3ാമത്തെ പാലം. അതിപ്പം ഈ വർഷം 2025 ഏപ്രിൽ 6-ന് PM ഇനോഗ്രേറ്റ് ചെയ്തതാണ്. പിന്നെ അതേപോലെ തന്നെ ഇതാ കാണുന്ന ആ ദൂരെ കാണുന്നില്ലേ, ഇതാ അവിടെ, അതാണ് ഈ ലിഫ്റ്റ് ചെയ്യാൻ പറ്റുന്ന സ്ഥലം. അത് പുതിയ ഉണ്ടാക്കുന്നതാട്ടോ. അത് ഇപ്പം പണി ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ഥലമാണത്. പിന്നെന്താണ് ഈ 2 സൈഡിലും നമ്മളിപ്പോൾ ഇവിടെ ഇങ്ങനെ പോകുന്നില്ലേ, പോകുന്ന വഴിക്ക് എവിടെയൊന്നും നിർത്താൻ സമ്മതിക്കില്ല. അവിടെയൊക്കെ ഒരു പോലീസ് ഉണ്ട് നിൽക്കുന്നത്. നമുക്ക് വണ്ടി ഇപ്പോൾ ആ വണ്ടി നിർത്തിയിട്ടില്ല, അത് വിട്ടിട്ടാണ്. നമ്മൾ ആ കറക്റ്റ് സെൻറ്ററിൽ നിർത്തിയിട്ടുണ്ടെങ്കിൽ അവർ ഹോൺ അടിച്ചിട്ട് വേഗം പോകാൻ പറയും. ഇത്രയും ബ്ലോക്ക് വരും ഇവിടെ, വണ്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ടേ. ഈ ഒരു പാലം മാത്രമല്ലേ ഉള്ളൂ ആ ഒരു ദ്വീപിനെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ അതേപോലെ തന്നെ കുറേ പേര് ഈ ധനുഷ്കോടി രാമേശ്വരം ഒക്കെ കാണാൻ വേണ്ടി പോകുന്നവരുള്ളതുകൊണ്ട് നല്ല തിരക്കാണ് ഈ റൂട്ടിലുള്ളത്. അപ്പോൾ വലിയ വലിയ വണ്ടിയും ഒക്കെ വരുമ്പം ബ്ലോക്കായി പോകുന്നതുകൊണ്ട് നമ്മളെ നിർത്തി ഇറങ്ങി കാണാൻ വേണ്ടി സമ്മതിച്ചില്ല. അപ്പം ഞാൻ പറഞ്ഞ ഏട്ടനോട് നമുക്ക് വേഗം പോവാം, ഇല്ലെങ്കിൽ ഇനിയിപ്പം അവർ വല്ല ചീത്ത പറയുമെന്നേ. അപ്പോൾ ഇതേ കണ്ടില്ല സൈഡിൽ ഞങ്ങൾ പോകുന്ന സമയത്ത് ഇത് പണി നടന്നുകൊണ്ടിരിക്കുന്ന സമയം കേട്ടോ. ഇപ്പോൾ അതൊക്കെ പൂർത്തിയായി. അപ്പോൾ നമ്മൾ കുറച്ച് മുമ്പ് പോയ വീഡിയോ ആണ് ഇതിപ്പോൾ ഇടാൻ ലേറ്റ് ആയതുകൊണ്ടാണ് ഇങ്ങനെ നിൽക്കുന്നത് കേട്ടോ. അങ്ങനെ ഈ പാമ്പൻ പാലം പോകാൻ പറ്റുന്ന ഏറ്റവും ദൂരം വരെ പോകുന്നത് ഈ റൈറ്റ് സൈഡിലെ കടലിനേക്കാളും ഭംഗി ഞാൻ പറഞ്ഞില്ലേ ലെഫ്റ്റ് സൈഡിലെ കടലാണെന്ന്. കുറച്ചും കൂടെ ബ്ലൂ കളർ ഉണ്ടായിരുന്നു ആ കടലിന്. കാണുമ്പോൾ ഒരു വ്യത്യാസം നമുക്ക് അവിടെ ചെല്ലുമ്പോൾ മനസ്സിലാവും. ദേ കണ്ടില്ലേ ഈ ഒരു ഭാഗം, ഇതാണ് ഇതിൻ്റെ സെൻറ്റർ ഭാഗം. വലിയ വലിയ കപ്പലുകളൊക്കെ വരുമ്പം മാത്രമാണ് ഇതിനെ ലിഫ്റ്റ് ചെയ്യും, പൊന്തിച്ചിട്ട് 2 സൈഡിലേക്കായിട്ട് കപ്പലിന് പോകാൻ പാകത്തിനാക്കിയിട്ട് ഇതാക്കും. അപ്പോൾ ഈ പണ്ട് കാലത്ത് ഈ രാമേശ്വരം ഈ ഭാഗത്ത് അതേപോലെ ഒക്കെ കപ്പലുകളും വന്നിട്ട് ശ്രീലങ്കയിലേക്കൊക്കെ പോകാൻ നല്ല എളുപ്പമാണല്ലോ. ഇവിടുന്ന് ധനുഷ്കോടിയിൽ നിന്ന് കുറച്ച് ദൂരമുള്ളൂ ശ്രീലങ്കയ്ക്ക്. ഞങ്ങൾ ഏകദേശം ഒരു 12:30 ആയപ്പോഴാണ് ഈ പാമ്പൻ പാലത്തിൻ്റെ അടുത്ത് എത്തിയത്. പറഞ്ഞ കറക്റ്റ് ടൈം എന്നതായിട്ട് ഉച്ച സമയമായി. പിന്നെ നമ്മൾ കന്യാകുമാരിയൊക്കെ പോയതുകൊണ്ടാണ് കുറച്ചുകൂടെ ലേറ്റായത്. ഫുഡ് കഴിക്കാൻ ഇറങ്ങി അങ്ങനെയൊക്കെ ആയപ്പോഴാണ് കുറേ ലേറ്റായത്. പിന്നെ ഇടയ്ക്കൊന്ന് സ്ഥലം വഴിയൊക്കെ ഒന്ന് തെറ്റി. അങ്ങനെ പോന്നപ്പോഴേ 12:30 ആയി സമയം. ഇനി നമ്മൾ നേരെ പോകുന്നത് ഹോളിഡേ ഹോം എന്ന് പറഞ്ഞ CPWDൻ്റെ ഒരു ഗസ്റ്റ് ഹൗസിലേക്കാണ്. അപ്പോൾ അവിടെ ചെന്നിട്ട് പിന്നെ ഫ്രഷ് ആയിട്ട് ധനുഷ്കോടിയിലേക്ക് പോകണം. അപ്പം ഇന്ന് വീഡിയോ ഇല്ല ധനുഷ്കോടീൻ്റെത്, ഇനി അടുത്ത പാർട്ടായിട്ടാണ് ഞാൻ ഇടുന്നത്. അങ്ങനെ നമ്മൾ പാമ്പൻ ഐസ്ലാൻഡിലേക്ക് എത്താനായിട്ടോ, ദ്വീപിലേക്ക് എത്താറായി. അപ്പോൾ എത്താറായപ്പോൾ സൈഡിലൊക്കെ ആയിട്ട് കുറേ കുഞ്ഞു കുഞ്ഞു തോണികളും അങ്ങനെ ബോട്ടുകളും ഒക്കെ ആയിട്ട് കാണാനുണ്ട്. സൈഡിലൊക്കെ ആയിട്ട് 2 സൈഡിലും ഉണ്ട് കേട്ടോ. ഇവിടെ ഏകദേശം മെയിനായിട്ട് ഈ ഫിഷിംഗ് ഒക്കെ ടൈപ്പ് ഇതാണുള്ളത്. കുറേ മീനുകളും അങ്ങനെയൊക്കെ ആയിട്ട് ഫുഡായിട്ട് ഉണ്ട് കേട്ടോ സംഭവം. അങ്ങനെ നമ്മൾ ഇവിടെ നിന്ന് നേരെ പോകുന്നത് നമ്മൾ ഇനി ഗസ്റ്റ് ഹൗസിലേക്ക് പോകണം. പിന്നെ അതേപോലെ തന്നെ ഫുഡും കഴിക്കണം. മെയിനായിട്ട് ഉച്ചയായില്ലേ, ഇനി അടുത്ത വിശപ്പ് തുടങ്ങും. ഏട്ടൻ പറഞ്ഞു ഇപ്പം നമ്മൾ രാമേശ്വരത്ത് എത്തിയിട്ട് അവിടെ വല്ല ഹോട്ടലും ഉണ്ടെങ്കിൽ അവിടെ നിന്ന് നമുക്ക് ഫുഡ് കഴിക്കാം, എന്നിട്ട് നമുക്ക് റൂമിലേക്ക് പോകാമെന്ന് പറഞ്ഞു. അതാണ്ടില്ല ഈ സൈഡിലെ സീ കണ്ടപ്പോൾ നല്ല ഇഷ്ടം തോന്നിയിട്ടാട്ടോ വീഡിയോ എടുക്കുന്നത്. എന്ത് ഭംഗിയാണ് കാണാൻ, അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കിടക്കുന്ന തോണികൾ. അങ്ങനെ നമ്മൾ അവിടെ രാമേശ്വരം അമ്പലത്തിൻ്റെ അടുത്തേക്ക് എത്താനായി. അപ്പോൾ അവിടെ എൻട്രി ഫീ ഉണ്ട് വെഹിക്കിൾസിന്. അപ്പം നമ്മൾ 4 വീലർ ആയതുകൊണ്ട് 100 രൂപ. അങ്ങനെ ഇനി ടെമ്പിളിൻ്റെ ഒരു 2 കിലോമീറ്റർ അങ്ങനെ എന്തോ ഉള്ളൂ. ഇതാണ് ടെമ്പിൾ. ഇവിടേക്കുള്ള റോഡ് ഫുൾ ബ്ലോക്കാണ്. കുഞ്ഞു
റോഡുകളാണ്. പോകുമ്പോൾ നമുക്ക് വഴി തെറ്റിയിട്ടുണ്ടെങ്കിൽ യൂ ടേൺ എടുത്തിട്ടോ എങ്ങനെയും തിരിയാൻ പറ്റില്ല. അപ്പം ഞങ്ങൾ ഇവിടെ നിന്ന് 2 പ്രാവശ്യം എങ്ങാനും കറങ്ങി ഈ ഒരു വഴി. ഫുഡ് കഴിക്കാൻ വേണ്ടി എവിടെയും നിർത്താനും സ്ഥലമില്ല. ഭക്ഷണം കഴിക്കണേ വണ്ടിയൊന്നും നിർത്തണ്ടേ, കാറ് നിർത്താൻ സ്ഥലമില്ല. പിന്നെ നമ്മൾ വിചാരിച്ച സ്ഥലത്തേക്ക് പോകണമെങ്കിൽ പിന്നെ കറങ്ങി തിരിഞ്ഞ് അങ്ങനെ അവിടെ 2-3 പ്രാവശ്യം ഞങ്ങൾ ഈ അമ്പലത്തിൻ്റെ അവിടെ കറങ്ങിയിട്ടാണ് ഹോട്ടലിലേക്ക് പോകുന്നത്. അപ്പോൾ അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ നിന്നുള്ള വ്യൂ ആണ് കേട്ടോ ഇത്. എന്ത് ഭംഗിയാണ് നോക്ക്. കുറച്ചും കൂടെ കഴിഞ്ഞാൽ കാണാം. ഇതായി കണ്ടില്ലേ, ഫ്രണ്ടിലൂടെയുള്ള റോഡിലൂടെ കറങ്ങി വരികയാണ് ഞങ്ങൾ. അങ്ങനെ ഒരു സ്ഥലത്ത് എത്തിയപ്പോൾ ഫുഡ് കിട്ടി. വെജ് ഫുഡാണ് വാങ്ങിയത്. നോൺ ഇനി കഴിക്കാൻ പറ്റുമോ എന്താണ് എന്ന് ഒരു അറിയില്ലല്ലോ. ഫുഡ് തമിഴ്നാട്ടിലെ ഫുഡല്ലേ. അങ്ങനെ നമ്മൾ ഹോളിഡേ ഹോം എന്ന് പറഞ്ഞ CPWDൻ്റെ ഗസ്റ്റ് ഹൗസിലെത്തി. അപ്പോൾ അവിടേക്ക് പോവാണ്. അടിപൊളി ഗസ്റ്റ് ഹൗസ് ആട്ടോ, നല്ല ഭംഗിയുണ്ടായിരുന്നു. നമ്മൾ അവിടെ ചെന്നിട്ട് ഒന്ന് ഫ്രഷ് ആയിട്ടാണ് അടുത്ത സ്ഥലത്തേക്ക് പോകുന്നത്. ഇനി അടുത്ത സ്ഥലത്തേക്ക് പോകുന്ന വീഡിയോ ഞാൻ ഇടും കേട്ടോ, ഉടനെ തന്നെ ഇടും. ഇത് കണ്ടില്ലേ, നമുക്ക് റേറ്റ് വളരെ കുറവാട്ടോ ഇവിടുത്തെ ഹോട്ടലിലെ റേറ്റ്. താമസത്തിന് 1 ഡേ ആണ് ഞങ്ങൾ നിൽക്കുന്നത്. ഇവിടെ എത്തിയത് ഏകദേശം 2:30 ആയപ്പോഴാണ് എത്തിയത്. അമ്പലത്തിൻ്റെ അവിടെ ഒരു 1:15 ആയപ്പോൾ എത്തിയിട്ടുണ്ട്. പക്ഷേ അവിടെ നിന്ന് കറങ്ങി തിരിഞ്ഞ് ഫുഡൊക്കെ വാങ്ങി ഹോട്ടലിലെത്തിയപ്പം സമയം 2:30 സമയം. പിന്നെ വിശന്ന് വലഞ്ഞ് പ്രാന്തായ പോലത്തെ അവസ്ഥയായിരുന്നു. വേഗം റൂമിൽ ചെന്നിട്ട് ഒന്ന് കൈയും കാലൊക്കെ കഴുകി ഫുഡൊക്കെ ഒന്ന് കഴിക്കാമെന്ന് പറയും. വേറെ കുളിക്കാനൊന്നുള്ള ക്ഷമയും ഇല്ല ഞങ്ങൾക്ക്, അത്രയ്ക്ക് വിശക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ പോകുന്നതിൻ്റെ ഇടയ്ക്കാണ് എൻട്രൻസിൻ്റെ അവിടെ എന്തോ ഈ കോലം വരച്ച പോലെ കണ്ടത്. ആരുഷി ഇതെന്താ സംഭവം എന്ന് വെച്ചിട്ട് അവിടെ പോയി നോക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ വേഗം ലിഫ്റ്റ് കയറി നമ്മൾ റൂം തിരയാണ്. അപ്പോൾ ഓരോ റൂമും തിരയാണ്. നമ്മളെ റൂം എവിടെ എന്നും പറഞ്ഞിട്ട് ഇങ്ങനെ തിരഞ്ഞു നടക്കുകയാണ്. ഇതാണോ അതാണോ അവർക്ക് അറിയുന്നില്ല. അങ്ങനെ പറഞ്ഞ് ഇത് ആ സൈഡിലുണ്ട്, ഇതാണ് നമ്മളെ റൂം. അപ്പം അങ്ങനെ തുറക്കുകയാണ് നമ്മളെ റൂം. അങ്ങനെ നീണ്ട ഒരു 11 മണിക്കൂറിൻ്റെ യാത്രകൾക്ക് ശേഷമാണ് ഞങ്ങൾ ഹോട്ടലിൽ എത്തിയത് കേട്ടോ, റൂമിലെത്തിയത്. ഇനി ഒന്ന് ഫ്രഷ് ആയിട്ട് വേണം ഇനി അടുത്ത സ്ഥലത്തേക്ക് പോകാൻ. ഫുഡാണെങ്കിൽ കഴിക്കണം, വിശന്നിട്ട് സൈഡായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ റൂമൊക്കെ ഒന്ന് നോക്കുകയാണ് എങ്ങനെയുണ്ട് റൂമൊക്കെ എന്ന്. അപ്പം ഒരു ഫാമിലിക്കുള്ള റൂമാണ് എടുത്തത്. അപ്പം ഞങ്ങൾ മാത്രം. മക്കൾക്ക് ബെഡിൽ കിടക്കാൻ, ഇവിടെ സോഫയിൽ സ്ഥലമുണ്ട് കിടക്കാൻ, നല്ല ഒരു റൂമാണ്. TV ഉണ്ട്, AC ഉണ്ട്, അതേപോലെ തന്നെ ബാൽക്കണി ഉണ്ട്. നമുക്ക് ഡ്രസ്സൊക്കെ ഇടണമെങ്കിലുള്ള സ്ഥലങ്ങളൊക്കെ അത് വേറെയുണ്ട്. ബാത്റൂം, ടോയ്ലറ്റ്. അപ്പം ഞാൻ ടോയ്ലറ്റിൽ പോയപ്പോൾ മറ്റേ പോകാൻ വേണ്ടി മുട്ടി നിൽക്കുകയാണ്. അപ്പോൾ ഇതാണ് ഫുഡ്, വെജ് ഫുഡാണ് വാങ്ങിയത്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് റെസ്റ്റ് എടുക്കുക. ഇവർ കളി തുടങ്ങി, 2 പേരും കൂടെ ഒളിച്ച് കളിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ രാമേശ്വരം എത്തുന്ന വരെയുള്ള വീഡിയോ ആണ്. അടുത്ത വീഡിയോ എന്ന് പറയുന്നത് ധനുഷ്കോടി പോകുന്ന വീഡിയോ ആണ്. അതിൻ്റെ അടുത്ത വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ തിരിച്ചു വരുന്നതാണ്. അങ്ങനെ 3 പാർട്ടായിട്ടാണ് ഈ ഒരു ടൂർ ഞാൻ ഇടുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യണം. പിന്നെ അതേപോലെ തന്നെ കമൻറ്റും ചെയ്യണം കേട്ടോ. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് കേട്ടോ.